ഹായ് ഫ്രണ്ട്സ്, റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. ചെളിക്കുളത്തിൽ വിഷം കലക്കരുത്, അതപ്പോൾ നമുക്ക് പറയാനുള്ളൂ. ഇത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആളുകൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരാളുടെ ആത്മഹത്യയിലേക്ക് വരെ അത് കൊണ്ടുവന്നെത്തിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് വ്യാപകമായിട്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്ന കാര്യം, ഫേസ്ബുക്കിലും ഒക്കെ എന്താണെന്നറിയോ, കുടുംബ പ്രശ്നങ്ങൾ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുക, അതുവഴി ആളുകളെ ആകർഷിക്കുക. എൻ്റെ ഭാര്യ ഇങ്ങനെ പോയി, മറ്റാൾക്കെതിരെ ഇങ്ങനെ കേസ് കൊടുത്തു, ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓപ്പണായിട്ട് വന്ന് പറയുന്നു. അതും ഇനി അത് പറയാന്ന് മാത്രമല്ല, അതെടുത്ത് അതിനെക്കുറിച്ച് വിശകലനങ്ങൾ, നമ്മൾ ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളി റിവ്യൂ ചെയ്യൂലേ, അതേപോലെ കുടുംബ പ്രശ്നം റിവ്യൂ ചെയ്യുന്ന വേറെ കുറേ ചാനലുകൾ. ഇവർക്ക് ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെന്ന് അത്ഭുതത്തോടു കൂടി നോക്കിയെന്ന് പോയി. എനിക്ക് ഫേസ്ബുക്കിൽ റെക്കമെൻഡേഷനായിട്ട് വന്ന 1-2 പേജുകളിൽ വന്ന വാർത്തയിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. എന്താണ് ഈ നടക്കുന്നതെന്ന് ചെയ്യാൻ വേണ്ടി പോയത്. അതിലുള്ള ഒരു പേജിൽ വരുന്നത് എങ്ങനെയാണ്: പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആളുടെ പേര് ഞാൻ വായിക്കുന്നില്ല, നമുക്കങ്ങനെ ആരെയും പേര് പറഞ്ഞിട്ട് ഉള്ളൊരു റീച്ച് വേണ്ട. ആരുടെയും മുഖം ഞാൻ എൻ്റെ തമിഴിൽ കൊടുക്കുന്നില്ല, എൻ്റെ മുഖമല്ലാതെ. അപ്പോൾ ഈ ആളുകളുടെ മുഖം വെച്ചിട്ടുള്ള റീച്ച് വേണ്ടെന്നേ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ XXX, അത് ഞാൻ പേരിന് പകരം പറഞ്ഞ ഇന്നയാളുടെ ഭാര്യയ്ക്ക് പേരുണ്ട്. മറ്റൊരു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടിയുടെ പേരുണ്ട്. എന്നിട്ട് അയാളുടെ മുൻ ഭർത്താവായ ഇന്നയാളുടെ കൂടെ ഒളിച്ചോടി. വാലന്റൈൻസ് ദിനത്തിൽ തനിക്ക് നല്ല ഗിഫ്റ്റ് കിട്ടിയെന്നും മറക്കാനാവാത്തൊരു സമ്മാനമാണ് ഈ പ്രണയദിനത്തിൽ തന്നെ ജീവിതത്തിൽ കിട്ടിയെന്നുമാണ് ആദ്യം പറഞ്ഞ ആൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ഭാര്യ ഒളിച്ചോടിയെന്ന് അയാൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞു. അയാളുടെ ഭാര്യ ഒളിച്ചോടിയെന്നേ അയാൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുകയാണെന്ന്. വാലന്റൈൻസ് ഡേയിൽ തനിക്ക് കിട്ടിയ വലിയ ഗിഫ്റ്റാണെന്ന് അയാൾ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ആ കൺഫ്യൂഷനായില്ലേ, ഇന്നയാളുടെ ഭാര്യ മറ്റൊരാളുടെ മുൻ ഏതോ ഒരു സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസറുടെ മുൻ കാമുകിയുടെ മുൻ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന്. ആ കൺഫ്യൂഷനാണ്. എന്നിട്ട് ഇത് മനസ്സിലാകാൻ വേണ്ടി ഡയഗ്രമൊക്കെ കണ്ടു. പിന്നെ വീണ്ടും ഇന്നയാളുടെ രണ്ടാം ഭാര്യ ഒളിച്ചോടിപ്പോയി, അതായത് ആളുടെ പേരുണ്ട്, ആരുടെ കൂടെ പോയി എന്നതിൽ ട്വിസ്റ്റ്, അതായത് മറ്റേ ആളുടെ പഴയ കാമുകൻ എൻ്റെ ഭർത്താവ് ഇന്നയാളുടെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഈ ആളുകൾ തന്നെ വന്നിരുന്ന്, ഞാൻ ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ സംഭവം എന്ന് അറിയണമല്ലോ, പോയി നോക്കുമ്പോൾ ഈ ആളുകൾ തന്നെ വന്നിരുന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് അതെടുത്തിട്ട് വേറെ കുറേ ഈ റിയാക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ കുത്തിപ്പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് നല്ല രൂപത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കിടിലൻ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതല്ലാതെ ഇങ്ങനെ മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അതിന്ന് ചുരണ്ടിയെടുത്ത് അതിന്ന് എനിക്ക് വല്ലതും കിട്ടുമോ എന്ന് നോക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമല്ലേ. ഇത് ആ പ്രയോഗം മാത്രമാണ്. ആ പ്രയോഗത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല, അതങ്ങ് പറയുകയാണ്. ഇലനക്കിപ്പട്ടിയുടെ കിരിനക്കിപ്പട്ടി എന്ന് പറഞ്ഞൊരു പ്രയോഗം കേട്ടിട്ടുണ്ട് ഞാൻ. അതേപോലെ കുറേ പരിപാടികൾ. ഇനി ഈ കുൽസിതം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മറ്റുള്ളവൻ്റെ അവഹിത കഥ ഒക്കെ കാണാനും കേൾക്കാനുമായിട്ട് കുറേ ആളുകളുണ്ടാവുമല്ലോ. അവരൊക്കെ കയറി ചെന്ന് ഇതിങ്ങനെ കാണുകയും വലിയ രൂപത്തിൽ വ്യൂ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. ഇവർക്ക് ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് തോന്നിപ്പോകും. കാരണം വലിയ രൂപത്തിൽ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നു എന്ന തരത്തിലൊക്കെ വ്ളോഗൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാറുള്ള ഒരാൾ, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അയാളൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്തോ അന്താരാഷ്ട്ര വിഷയമാണെന്ന തരത്തിൽ ഇങ്ങനെ വിശകലനം ചെയ്യുകയാണ്. ഒരാളുടെ കുടുംബ പ്രശ്നം, അതിന് വലിയ പ്രചാരം കൊടുത്ത് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് വീഡിയോ ഇറക്കി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി ആവശ്യത്തിലധികം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പറയുന്ന രൂപത്തിൽ ചളിക്കുളത്തിൽ, ഇതൊരു ചളിക്കുളമായ രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ വീണ്ടും വിഷം കലക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തോട് ആളുകൾക്ക് ഇത്ര കലിപ്പ്
എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് കലിപ്പ് വന്നാലും അത് നമുക്ക് എതിർപ്പും പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ താനൊരു നല്ല സുജായി എന്നൊക്കെ പറയാൻ കമൻ്റ് ഇടാൻ തോന്നുന്നില്ലേ? ഞാൻ സുജായി ആയിട്ട് പറയുന്നതല്ല, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അഭിപ്രായം ആർക്കും പറയാലോ. കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കലി ആ കുടുംബ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവിഹിത കഥകളൊക്കെ പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കി ചാനലിന് റീച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതല്ലേ? അല്ല, നിങ്ങൾ പറയും, അതല്ലേ? കേൾക്കാൻ ആളുണ്ടാവും, ഉറപ്പല്ലേ? അപ്പുറത്തെ വീട്ടിലെ കഥകൾ കേൾക്കാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പുറത്തെന്ത് നടക്കുന്നു എന്ന് ചെവി കൂർപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ആ മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അത് മുതലെടുത്ത് അതിൽ നമ്മുടെ കഥകൾ തന്നെ, നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിക്കുള്ളിലുള്ള കഥകൾ വിൽക്കാൻ വെച്ച്, കുടുംബത്തെ വിൽക്കാൻ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വേറെ പണി എന്തെങ്കിലും ചെയ്ത് നമ്മൾ ജീവിക്കുന്നതാണ്. ഇവിടെ എന്തെല്ലാം നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം, എന്തെല്ലാം വിഷയങ്ങളുണ്ട് അല്ലേ? അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതല്ല, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയുള്ളവർ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കരുത്. എന്ത് ഇൻഫ്ലുവൻസിങ് ആണ് ഇവരൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ കണ്ടില്ലേ, പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇന്നയാളുടെ ഭാര്യ മറ്റൊരു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മറ്റൊരാളുടെ മുൻ ഭർത്താവിൻ്റെ കൂടെ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്? ഇവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസിങ്ങാണ് ചെയ്യുന്നത്? ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺലി കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? ഏത് യൂണിവേഴ്സിലാണോ നിങ്ങൾ ഉള്ളത്? വല്ലാത്ത അവസ്ഥയാണ്. ഇത് കണ്ട് സങ്കടം വന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുറച്ച് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബൈജു നായർ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ, അദ്ദേഹം പറയുന്നതാണേ, ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ആളുകൾക്ക് ഗുണമുള്ള ഇൻഫോർമേഷൻ എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലാത്ത ചളി സംഭവങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിന് ഓക്കെ, അതിന് വ്യൂ ഉണ്ട്, ശരിയാണ്, നല്ലത്, അതിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നു. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, അതൊക്കെ വിറ്റിട്ട് വേണം ക്യാഷ് ഉണ്ടാക്കാൻ. വലിയ സങ്കടം തോന്നിപ്പോയി. എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി ഇനിയും വേറെ കുറച്ച് വീഡിയോകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പിന്തുണ തന്നെയാണ് റാഫ് ഡയറി ഒക്കെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഓക്കേന്നേ, പ്രശ്നമൊന്നുമില്ല. 6 കൊല്ലമായില്ലേ, 7 കൊല്ലമായില്ലേ ഈ ഫീൽഡിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. ഇത് കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നി ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ വെച്ച് അലക്കുകയും അത് ബാക്കിയുള്ളവർ വന്ന് അതിനെക്കുറിച്ച് റിവ്യൂ, സ്പോർട്സ് റിവ്യൂ, നമ്മളിപ്പോൾ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ ഞാൻ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട് റാഫ്റ്റോ ക്രിക്കറ്റിൽ, ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിലെ അവിഹിത കഥ വന്നിട്ട് അത് റിവ്യൂ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് പറഞ്ഞതാണ്. വീണ്ടും പറയുകയാണ്, ചളിക്കുളത്തിൽ വിഷം കലക്കരുത് പ്ലീസ്.